അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തരാം. ഇത് വേറൊന്നുമല്ല, ഇതൊരു ചെസ്റ്റ് മൗണ്ടാണ്. നമുക്ക് ഫോണിലൊക്കെ ബൈക്കൊക്കെ ഓടിക്കുമ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സാധനമാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇപ്പോൾ ഓർഡർ ചെയ്ത് വരുത്തിയത്. നമുക്കിപ്പോൾ നിലവിൽ യൂസ് ചെയ്യാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചെസ്റ്റ് മൗണ്ട് കൂടിയാണിത്. ഇതിനാകെ ഡെലിവറി ചാർജും കൂടി കൂട്ടി വില വരുന്നത് 311 രൂപയാണ്. ഞാനിത് എന്തായാലും ഓർഡർ ചെയ്ത് വരുത്തി കഴിഞ്ഞപ്പോൾ എന്തായാലും അൺബോക്സ് ചെയ്യണ ഒരു വീഡിയോ എടുക്കാൻ നേരത്തെ എടുത്തതാണ്. എനിക്കിത് മുമ്പ് യൂസ് ചെയ്തുള്ള വലിയ പരിചയമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് എന്തായാലും ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഉപയോഗിച്ച് നോക്കിയിട്ട് ബാക്കി ഫീഡ്ബാക്കൊക്കെ ഞാൻ എന്തായാലും പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഇപ്പോൾ നോക്കാം. ഈ ചെസ്റ്റ് മൗണ്ട് സ്ട്രാപ്പുള്ള മൗണ്ടാണ് കേട്ടോ. ഇതിൽ ഗോപ്രോയും നമുക്ക് പിടിപ്പിക്കാൻ പറ്റും, അതുപോലെ മൊബൈൽ പിടിപ്പിക്കാനുള്ള ഹോൾഡറും ഉണ്ട്. ഇപ്പം നിലവിൽ എല്ലാവരും വീഡിയോ എടുക്കുന്നവരുടെ കയ്യിൽ ഗോപ്രോ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് മൊബൈലും കൂടി പിടിപ്പിക്കാൻ പറ്റിയ ഈ ഒരു മൗണ്ട് ഞാൻ മേടിച്ചത്. കൂടുതൽ ആൾക്കാരുടെ കയ്യിലും മൊബൈലിലായിരിക്കും ഇപ്പോൾ ഷൂട്ടൊക്കെ ചെയ്യാറ്. അപ്പോൾ എന്തായാലും മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു മൗണ്ട് കിട്ടുക എന്ന് വെച്ചാൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, നമ്മുടെ കയ്യിൽ ഒരു അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ നല്ല കിടിലം വിഷ്വൽസൊക്കെ ഇത് വെച്ച് തന്നെ എടുക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഒരു ഐഫോണൊക്കെ ഉള്ളെങ്കിൽ ഐഫോണിൻ്റെ വൈഡ് ആംഗിളൊക്കെ ഇട്ടാൽ നല്ല വീഡിയോസൊക്കെ നമുക്ക് ഇതുവഴി എടുക്കാം. നമുക്ക് യാതൊരു മൗണ്ടിങ്ങും ഇല്ലാണ്ട് ഈ ഒരു ഹോൾഡർ മാത്രം പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഗോപ്രോയുടെ ക്യാമറയൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഗോപ്രോ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാം. സൈക്ലിങ്ങും ബൈക്ക് റൈഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പറായിട്ട് എടുക്കാൻ പറ്റും. കാരണം ഗോപ്രോയുടെ ക്യാമറയ്ക്ക് അധികം വെയിറ്റ് വരുന്നില്ല. മൊബൈലാകുമ്പോൾ ഇത്തിരി വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ മൊബൈൽ പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഹോൾഡർ തന്നിരിക്കുന്നത്. നമുക്ക് ലാൻഡ്സ്കേപ്പായിട്ടും പോർട്രേറ്റായിട്ടും എടുക്കാൻ പറ്റും. നമുക്ക് ലാൻഡ്സ്കേപ്പായിട്ട് എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് നോർമലി ഇത് വെച്ച് മാത്രം ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. നമുക്കിപ്പോൾ ഇതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇടയ്ക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നാണെങ്കിൽ വേറൊരു ഹോൾഡറും കൂടി ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് ഒറ്റോട്ടത്തിൽ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ബെൽറ്റൊക്കെ ആണെങ്കിലും ഒക്കെ അലാസ്റ്റിക് ആണ്, അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലെങ്ത്തും വിഡ്ത്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ കൂടിയാണ്. ഇതിൻ്റെ അസംബിൾ ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഒറ്റോണ്ടത്തിൽ കണ്ടാൽ മനസ്സിലാവില്ല. പിന്നെ നമുക്ക് കുറച്ച് നേരം നോക്കിയൊക്കെ ചെയ്തൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയും കാര്യങ്ങളൊക്കെ. എന്തായാലും റൈഡൊക്കെ പോകുമ്പോൾ ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും ഫീഡ്ബാക്കും ഞാൻ വിഷ്വൽസൊക്കെ അതിൻ്റെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തായാലും ഗോപ്രോ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈലിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അത് ബൈക്ക് റൈഡ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലാണ്ട് വീഡിയോസ് എടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ മൊബൈൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് ഈ നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ ഞാൻ നോർമൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആംഗിളൊന്നും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ വൈഡായിട്ട് എടുക്കാൻ മാത്രം ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും. ഇത് ആംഗിൾ തിരിക്കാനും പോർട്രേറ്റ് മോഡിലേക്ക് ആക്കാൻ വേണ്ടി വേറൊരു ഹോൾഡറും കൂടി ഉണ്ട്. അതിലാണ് റൊട്ടേറ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ അതുമല്ല ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ബൈക്കൊക്കെ റൈഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സൈക്കിളൊക്കെ റൈഡ് ചെയ്യുമ്പോഴോ വീഡിയോ എടുക്കാനാണ് അത് മാത്രം മതി എന്നാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. ഇതാകുമ്പോൾ നമുക്ക് മേളിലേക്കും താഴത്തേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു സാധനം വെച്ചാൽ മാത്രമേ നമുക്ക് ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും മാറ്റി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് മാത്രം മതി എന്നാണെങ്കിൽ അങ്ങനെ തന്നെ വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫോൺ ഹോൾഡർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇത് റൊട്ടേറ്റ് ചെയ്ത് തോന്നുമ്പോൾ മാറ്റി വെക്കണമെന്നാണെങ്കിൽ ഈ ഒരു സാധനം കൂടി നമ്മൾ പിടിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഹോൾഡർ എടുത്തിട്ട് നമ്മൾ ഈ അഡീഷണൽ ആയിട്ടുള്ള ഈ ഹുക്കിൽ നമ്മൾ പിടിപ്പിക്കണം. എന്നിട്ട് ഈ ഒരു സാധനമാണ് നമ്മൾ മൗണ്ടിലേക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലാൻഡ്സ്കേപ്പിലേക്കും പോർട്രേറ്റിലേക്കും മാറ്റി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അകത്തൊരു ത്രെഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ആംഗിളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ സ്റ്റെബിലിറ്റി ആയിട്ട് ഇരുന്നോളൂ. നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് കണ്ടൻസ് ഒക്കെ ചെയ്യുന്നതിൽ ഒരു ബിഗിനർ ആണല്ലേ, നമ്മൾ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങുന്നതല്ലെങ്കിൽ നമ്മൾ ആദ്യം മേടിച്ച് ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു മൗണ്ടാണിത്. കാരണം നമ്മൾ ഈ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം എമൗണ്ട് ആവും. അതിനെന്നല്ല നിങ്ങൾ ഓൺലൈൻ തന്നെ എടുക്കുമായിരിക്കും. ഇതിനേക്കാൾ റേറ്റ് കുറച്ച് വരെ ഓൺലൈനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു സാധനം നോക്കി അത്യാവശ്യം റേറ്റിംഗ് ഉള്ള നോക്കി എടുത്താണ്. നമ്മൾ യൂട്യൂബ് വീഡിയോസ് ആദ്യമേ ചെയ്ത് തുടങ്ങുന്ന ആളാണെങ്കിൽ നമുക്ക് വരുമാനമോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് ഒക്കെ മേടിച്ച് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിക്കഴിയുമ്പോൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫോണിൽ ഇത്തിരി വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് വെക്കണം. കാരണം അല്ലെങ്കിൽ ഫോണിൻ്റെ വെയിറ്റ് വരുമ്പോൾ ആംഗിൾ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ബൈക്കൊക്കെ വെച്ച് റൈഡൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം ഇത് യൂസ്ഫുൾ ആണെന്ന്. എന്ത് തന്നെയാണെങ്കിലും കാണാൻ ഒറ്റ ഔട്ട്ലുക്കിൽ സാധനം അടിപൊളിയാണ്. നമ്മളിത് വെച്ച് യൂസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്തോ വലിയ സംഭവമായിട്ടൊക്കെ നമ്മളെ മേത്തിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ഇത് ആദ്യമായിട്ട് മേടിക്കുന്ന ആൾക്കാർ ഞാനിത് പിടിപ്പിക്കുന്ന രീതിയൊക്കെ കണ്ടൊന്ന് നോക്കിയിട്ട് വേണം കേട്ടോ പിടിപ്പിക്കാൻ വേണ്ടി. പിന്നെ ഇത് പ്ലാസ്റ്റിക്കാണ്, അത്യാവശ്യം കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക്കൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളെന്നാൽ ഈ ത്രെഡൊക്കെ ടൈറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ അങ്ങോട്ട് ടൈറ്റ് ചെയ്യാത്തതായിരിക്കും നല്ലത്. കാരണം ഈ ത്രെഡ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ സ്പെയറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് മേടിക്കാൻ കിട്ടൂല. എനിക്കും അത്ര വലിയ കാര്യമായിട്ട് ഇതിൻ്റെ മെക്കാനിസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഞാനും ജസ്റ്റ് ഇത് നോക്കി പഠിച്ചതാണ്. ഇത് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത്യാവശ്യം ക്വാളിറ്റിയും നമുക്ക് ഔട്ട്പുട്ടൊക്കെ നല്ല രീതിക്ക് കിട്ടുമെന്നാണെങ്കിൽ ഇത്തിരി കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തിരി കൂടി ഡ്യൂറബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ സാധിക്കും.
ഞാനും അങ്ങനെ തന്നെയുള്ള ഒരു ചിന്തയിലാണ്. ഇത് മേടിച്ച് ഉപയോഗിച്ച് കുറച്ച് നാൾ അത്യാവശ്യം നിൽക്കുമെന്നാണെങ്കിൽ നമുക്ക് ഇതിനേക്കാളും ക്വാളിറ്റി കൂടിയ ഒരു സാധനം നമുക്ക് മേടിക്കാൻ പറ്റും. ഗോപ്രോയിൽ ഇപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ യൂസ് ചെയ്യാറില്ല. കാരണം ഗോപ്രോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലാപ്ടോപ്പിൽ കയറ്റി അല്ലെങ്കിൽ മൊബൈലിൽ കയറ്റിയിട്ട് വേണം അത് ഔട്ട്പുട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ. അതിന് നല്ല നമ്മൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള സാധിക്കും. അത് കാരണം തന്നെയാണ് ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഞാൻ മേടിച്ചതും. കാരണം ഞാനെല്ലാം എൻ്റെ വീഡിയോസ് എടുക്കുന്ന മൊബൈലിൽ തന്നെയാണ്. അപ്പോൾ ഈ സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഞാൻ ഇതും കൂടി ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ സംഭവം അടിപൊളിയായിട്ടിരിക്കും. പിന്നെ നമുക്ക് ഈ സ്ട്രാപ്പ് ഉപയോഗിച്ച് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ സാധിക്കും. എന്നിട്ട് നമ്മൾ മേത്തേക്ക് ഇടാനും സാധിക്കും. നമ്മളിത്തിരി വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിലും ഇതിൻ്റെ സ്ട്രാപ്പ് വലുതാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. പിന്നെ ഇത് ബക്കിളുള്ള ടൈപ്പാണ്, അതുകൊണ്ട് അഴിച്ച് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത് പിടിപ്പിച്ച് കഴിയുമ്പോൾ ഫൈനൽ ലുക്കിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അത്യാവശ്യം സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. എന്നാലും നമുക്ക് മേത്തൊന്ന് ഇട്ട് നോക്കണം ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഇട്ട് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ വരുന്നത് കേട്ടോ. ഈ മൊബൈൽ ഹോൾഡറൊക്കെ നല്ല കറക്റ്റായിട്ട് നമ്മുടെ ചെസ്റ്റിനോട് ഒട്ടി തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ല ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ നല്ല ടൈറ്റായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇതുപോലെ നമ്മൾ മൊബൈലിലേക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോസ് റെക്കോർഡ് ആവുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചെസ്റ്റിനോട് അത്ര അടുത്തല്ല നിൽക്കുന്നത്, കുറച്ചകന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ആംഗിൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന കറക്റ്റായിട്ടല്ലെന്നാണെങ്കിൽ ആംഗിൾ നമുക്ക് അതിനോടൊപ്പം തന്നെ മാറ്റി വെക്കാനും സാധിക്കും. എന്തായാലും വെച്ചാൽ മാത്രം പോരല്ലോ, ഇതെന്തായാലും നമുക്കൊന്ന് നടന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നടക്കുമ്പോഴുള്ള സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കണം. ഞാൻ എന്തായാലും ബൈക്കിൽ ഇത് വെച്ച് യൂസ് ചെയ്തിട്ട് എന്തായാലും ഇതിൻ്റെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. അതുപോലെ ബൈക്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൗണ്ടിൽ ഫോൺ വെച്ചിട്ടുള്ള വീഡിയോ ആണ്. ഞാനിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് വരുവാണ്. അപ്പോൾ അത്യാവശ്യം ഷെയ്ക്ക് ഉണ്ടായിട്ടും എങ്ങനെയൊക്കെയാണ് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് ഞാൻ നോർമലി നടക്കുമ്പോഴുള്ളൊരു വീഡിയോ ആണ്. അത്യാവശ്യം സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ നടക്കൂല, അത് കാരണം ജെർക്കിങ്ങും കാര്യങ്ങളൊന്നും വരില്ല. അത്യാവശ്യം നോർമലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ഞാൻ iPhone 14 വൈഡ് ആംഗിൾ 0.5 ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. വലിയ കാര്യമായിട്ടുള്ള ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് എവിടെയെങ്കിലും നിന്ന് വ്ളോഗ് ചെയ്യാനോ അല്ലെങ്കിൽ ബൈക്കിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടൻസൊക്കെ നമ്മൾ നിന്ന് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം നമുക്കിത് യൂസ്ഫുൾ ആവും. അതുപോലെ ഫുഡ് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ, ഫുഡ് കണ്ടൻറ്റ്, കുക്കിംഗ് ചാനലൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും ഈ സാധനം വെച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബൈക്ക് റൈഡൊക്കെ ചെയ്യുമ്പോഴുള്ള വീഡിയോ ഉറപ്പായിട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ളവർ നേരെ ഫ്ലിപ്കാർട്ടിൽ കയറി ചെസ്റ്റ് മൗണ്ട് സെർച്ച് ചെയ്താൽ മതി.